കൊടുങ്ങല്ലൂർ ലയൺസ് ക്ലബിന് പുതിയ ഭാരവാഹികൾ. 2025-2026 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ലയൺസ് ക്ലബ് ഹൗസിൽ നടന്നു. ലയൺസ് ഡിസ്ട്രിക്ട് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ KM അഷ്റഫ് PMJF പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും പുതിയ അംഗങ്ങളെ സ്വീകരിക്കുന്ന ചടങ്ങും നടത്തി. കൊടുങ്ങല്ലൂർ ലയൺസ് ക്ലബിന്റെ അംഗമായി ലയൺസ് ക്ലബിലെ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഇന്റർനാഷണൽ അസോസിയേഷൻ്റെയും ക്ലബിൻ്റെയും ഭരണഘടനയും നിയമാവലിയും അനുസരിച്ച് കൊള്ളാമെന്നും എല്ലാ മീറ്റിങ്ങുകളിലും കൃത്യമായി പങ്കെടുത്തു കൊള്ളാമെന്നും എല്ലാ പ്രവർത്തികളിലും ക്ലബിൻ്റെ താൽപ്പര്യങ്ങൾക്ക് പിന്തുണ നൽകുകയും അവയെ പോഷിപ്പിക്കുകയും ചെയ്യാമെന്നും ക്ലബിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് എൻ്റെ ന്യായമായ പങ്ക് നൽകാമെന്നും ഇതിനാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കൂടാതെ ക്ലബിൻ്റെ അംഗത്വം നിലനിർത്തുന്നതിന് ഞാൻ സഹായിക്കുമെന്നും കമ്മിറ്റികളിലും എൻ്റെ കഴിവുകൾ ആവശ്യമുള്ള മറ്റു മേഖലകളിലും സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് ക്ലബ്ബ് പ്രവർത്തനങ്ങളെ സഹായിക്കുമെന്നും ലയൺസ് ഇൻ്റർനാഷണലിൻ്റെയും ആചാര സംഹിതയും ആദർശവും അനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇതാണ് ലയണിൻ്റെ ഫുൾ മീനിങ്. ഇതാണ് ലയൺ. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മളിവിടെ സിംഹത്തിനൊക്കെ കാണിച്ചപ്പോൾ നമ്മൾ സിംഹക്കൂട്ടിലേക്ക് വരികയെന്ന് വിചാരിക്കും. 1917 തുടങ്ങിയ ഈ ഓർഗനൈസേഷൻ ഇന്ന് 200-ൽ പരം രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ച് കിടക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ സർവീസ് ഓർഗനൈസേഷനാണ്. അണ്ടർലൈൻ സർവീസ് ഓർഗനൈസേഷനാണ്. എവിടെ ഒരു കൈത്താങ്ങ് വേണോ, എവിടെ ഒരു സപ്പോർട്ട് വേണോ, അത് ഓടിയെത്തുന്ന ലോകത്തിലെ ആദ്യത്തെ പ്രസ്ഥാനം ലയൺസാണ്. ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ചുരൽമഴയോടനുബന്ധിച്ച് വയനാട്ടിൽ ആയിരങ്ങൾ മരിച്ചപ്പോൾ അവിടേക്ക് ആദ്യത്തെ സഹായ ഹസ്തവുമായി ഓടിയെത്തുന്നത് നമ്മുടെ ലയൺസ് ക്ലബ്ബാണ്. ഇവിടെ കോസ്റ്റൽ ഏരിയയിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ അവർക്കുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ആയിക്കോട്ടെ, അതിനും ഇവിടെ ഓടിയെത്തിയത് അവർ തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സേവനത്തിന് മുന്നോടിയായിട്ട് പോകുന്നത്. ഇവിടെ സേവനത്തെക്കുറിച്ചും ഓർഗനൈസേഷനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് നല്ലൊരു ട്രെയിനിങ് തരാനായിട്ട് PDG മധുസാറുണ്ട് ഇവിടെ. അതിനേക്കാൾ നല്ല അതോടൊപ്പം തന്നെ പ്രഗത്ഭരായിട്ടുള്ള ലീഡേഴ്സും ഉണ്ട്. അപ്പോൾ ലയൺസിനെ കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ചെറിയൊരു ഊത്ത് നിങ്ങളെ ഇരിക്കുകയാണ്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്ലബിൻ്റെ പേര് ചേർത്ത് പറയണം. റൈറ്റ് ഹാൻഡിൽ ഉയർത്തിയിട്ട് ചെയ്തോളില്ലേ? അപ്പോൾ ലയൺ മെമ്പർ ആവുന്ന എല്ലാവരും റൈറ്റ് ഹാൻഡ് ഉയർത്തി പിടിക്കുക. നിലവിലെ ക്ലബിന്റെ പ്രസിഡന്റ് ലയൺ MN പ്രവീൺ MJF അധ്യക്ഷത വഹിച്ചു. PDJ ലയൺ അഡ്വക്കേറ്റ് VK മധുസൂദൻ MJF മുഖ്യപ്രഭാഷണം നടത്തി. ACP ലയൺ രശ്മി കണ്ണൻ സദസ്സിന് സ്വാഗതം അറിയിച്ചു. നിലവിലെ സെക്രട്ടറി ലയൺ അബ്ദുൾ റഹ്മാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെക്കൻഡ് VDG ലയൺ അഷ്റഫിനെ ലയൺ AP അശോക് കുമാർ സദസ്സിനെ പരിചയപ്പെടുത്തി. ചടങ്ങിൽ അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറിമാരായ ലയൺ MA നസീർ PMJF, വിൽസൺ ഇലഞ്ഞിക്കൽ ഡയബറ്റിക് കോർഡിനേറ്റർ ലയൺ ബിജു പുറത്തൂർ, RC ആനി ജോസഫ് MJF, RC ലയൺ രാജേഷ് PMJF, ലയൺ TR കണ്ണൻ, ലയൺ ഗീത ശിവകുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു. 2025-2026 വർഷത്തെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ലയൺ ബൽറാം മോഹൻ, സെക്രട്ടറി ലയൺ KA നഷർബാൻ, ട്രഷറർ ലയൺ OS ഷിമ്മി തുടങ്ങി ടീം അംഗങ്ങൾ സ്ഥാനമേറ്റു. പുതിയ പ്രസിഡന്റ് ലയൺ ബൽറാം മോഹൻ അടുത്ത വർഷത്തെ സർവീസ് പ്രവർത്തനങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് സംസാരിച്ചു. ക്ലബിലേക്ക് പുതിയ അംഗങ്ങളായി 7 കുടുംബങ്ങളെ സ്വീകരിച്ചു. ചടങ്ങിൽ ഫസ്റ്റ് ലേഡി ലയൺ ദിവ്യ പ്രവീൺ ഭദ്രദീപം തെളിയിച്ചു. ഒരു യോഗത്തിന്റെ ശരിയായ നടപടിയല്ല അതും എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ ഈ നിമിഷം എൻ്റെ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് കഴിഞ്ഞു. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കൂടി ബാക്കിയുണ്ടെങ്കിലും ഒഫീഷ്യലി കൊടുങ്ങല്ലൂർ ലയൺസ് പ്രസിഡന്റ് എന്നുള്ള സ്ഥാനം എൻ്റെ കഴിഞ്ഞു. അപ്പോൾ
പുതിയ മെമ്പേഴ്സിനെ ഇൻഡക്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇൻസ്റ്റലേഷന് മുന്ന് ഇൻഡക്ഷൻ നടത്തുമ്പോൾ ആ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ആയിരിക്കണം. അതിൻ്റെ മനസ്സിനകത്തും പ്രസിഡന്റ് തന്നെ എനിക്കൊരു ബോധ്യം വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചീഫ് ഗസ്റ്റിനോട് റിക്വസ്റ്റ് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ചെയ്തു വിട്ടെ. അദ്ദേഹം അത് സമ്മതിച്ചു. എനിക്ക് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഞാൻ ഇന്നേ വരെ ഒരു മീറ്റിങ്ങിൽ 5 മിനിറ്റ് കൂടുതൽ സംസാരിച്ചിട്ടില്ല. എൻ്റെ ഇൻസ്റ്റലേഷനിൽ അക്സെപ്റ്റൻസ് സ്പീച്ചിൽ വരെ 5 മിനിറ്റ് പോലും ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ അക്സെപ്റ്റൻസ് സ്പീച്ചിലെന്ന് പറഞ്ഞ 2-3 കാര്യങ്ങൾ. ഒന്ന്, ചെയ്യാനുണ്ടേറെ, അതുകൊണ്ട് പറയുന്നില്ല അധികം എന്ന് പറഞ്ഞു. കഴിവിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. അതില് എനിക്കിവിടെ ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അത് അടയാളപ്പെടുത്തുകൾ ആയിട്ട് ഇവിടെ തന്നെ എന്നും ഉണ്ടാകും. അപ്പൊ ഇത്രയും എനിക്ക് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് നന്ദി പറച്ചിൽ മാത്രമാണ് ചെയ്യാനുള്ളത്. ഈ പ്രോഗ്രാമിന് ഔദ്യോഗികമായിട്ട് നന്ദി കറണ്ട് ട്രഷററും ഇൻകമിങ് സെക്രട്ടറിയുമായിട്ടുള്ള നഷർബാൻ പറയും.